പോലീസുകാരിൽ സർഗാത്മകത ഉണ്ടായാൽ സമൂഹത്തിന്റെ ക്രമസമാധാന പാലനത്തിലും അത് പ്രകടമാകും. അത്തരത്തിലൊരു പോലീസുകാരനാണ് കോഴിക്കോട് സിറ്റി പോലീസിന്റെ ബോംബ് സ്ക്വാഡ് എസ്ഐ അനീഷ് ചെറുപ്പ. അനീഷ് രചിച്ച ഞാറ്റുവേല എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള നിർവഹിച്ചു. പകലുമാഞ്ഞിരുൾ പരന്നിടുന്നു, കൺമറയുന്ന രൂപങ്ങളൊക്കവേ കൂരിരുളിനെ സ്വാഗതം ചെയ്യവേ. കടുത്ത സമ്മർദ്ദം നിറഞ്ഞ പോലീസ് ജോലിക്കിടയിലും മൃദുഭാവേ ദൃഢകൃത്യേ എന്ന സേനയുടെ ആപ്തവാക്യം മുറുകെ പിടിച്ച പോലീസുകാരനാണ് സബ് ഇൻസ്പെക്ടർ അനീഷ് ചെറുപ്പ. കഴിഞ്ഞ 26 വർഷത്തെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ വീണ് കിട്ടുന്ന ഇടവേളകളിൽ കവിതകളും കഥകളും രചിച്ച് ആ നിമിഷങ്ങളെ അദ്ദേഹം സർഗാത്മകമാക്കാറുണ്ട്. കോളേജ് കാലത്ത് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താറുണ്ടെങ്കിലും കോവിഡ് കാലത്തിനു ശേഷമാണ് സാഹിത്യരചനയിൽ അദ്ദേഹം സജീവമായത്. അങ്ങനെ രചിച്ച 13 കവിതകൾ ക്രോഡീകരിച്ച സമാഹാരമാണ് ഞാറ്റുവേല എന്ന കവിതാ പുസ്തകം. സാഹിത്യരചനയിലേക്ക് താൻ എത്തിപ്പെട്ട സാഹചര്യത്തെക്കുറിച്ച് അനീഷ് ചെറുപ്പ പറയുന്നു. നമ്മുടെ ഔദ്യോഗിക ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിശ്രമത്തിനുള്ള ഒരു സമയം കിട്ടും. അപ്പോൾ ആ സമയം രാത്രിയോ തട്ടപ്പാതിരിയോ എന്നുള്ള വിഷയമല്ല. പോലീസിൻ്റെ ഒരു ആപ്തവാക്യം എന്ന് പറയുന്നത് മൃദഭാവേ ദൃഢകൃത്യേ എന്നാണ്. നമ്മുടെ കോവിഡിനൊക്കെ ശേഷം, കോവിഡ് കാലത്ത് ഇപ്പോഴത്തെ കണക്കനുസരിച്ചിട്ട് കോവിഡിൽ വായന കൂടിയെന്നാണ്. ആളുകൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. അന്നപ്പം കുറേ ആളുകൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുറേ മൊബൈലൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ വായിക്കാമെന്നുള്ള രീതി. ആ സമയത്ത് പല സ്ഥലങ്ങളിലും ലൈബ്രറി പുസ്തകങ്ങൾ ഫ്രീ ആയിട്ട് വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതി ഒരു തോന്നിയതിൻ്റെ അകത്ത് ഞാൻ എന്തെങ്കിലും എഴുതാം, എന്നൊന്നുമില്ല, ഞാൻ എഴുതുന്ന സാധനം നിങ്ങൾക്ക് ശരിയെന്നോ തെറ്റെന്നോ തോന്നും, പക്ഷേ എൻ്റെ ശരികളാണ് ഞാൻ എഴുതുന്നത്, എൻ്റെ മാത്രം ശരിയാണ്. അത് ജനങ്ങളിലെത്തിക്കുക, അവർ സ്വീകരിക്കുന്നുണ്ട് സ്വീകരിക്കുക, അല്ലെങ്കിൽ അത്രയും നമുക്ക് ഉദ്ദേശിക്കുന്നുണ്ട്. ഭാര്യ അനുപമയും മക്കളായ അനാമികയും അവന്തികയും നൽകുന്ന പിന്തുണയാണ് സർഗാത്മക രചനയിലെ അനീഷിന്റെ കരുത്ത്. പോലീസിലെ സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും പ്രോത്സാഹനവും വലിയ ഊർജം പകർന്നു. അനീഷിന്റെ സാഹിത്യ സൃഷ്ടികൾ ഇനിയും ഉണ്ടാകണമെന്നാണ് കുടുംബം പറയുന്നത്. സന്തോഷം, നല്ല അഭിമാനം തോന്നിയിട്ടുണ്ട്. നല്ല സന്തോഷം. ഇതുപോലെ തന്നെ അച്ഛൻ ഇനിയും തുടരട്ടെ പ്രാർത്ഥിക്കുന്നു. വായനയെ ആസ്വദിക്കുന്ന കോഴിക്കോടിന്റെ സാഹിത്യ പരിസരമാണ് അനീഷിന് രചനാവഴികൾ എളുപ്പമാക്കിയതെന്ന് പുസ്തക പ്രകാശനം നിർവഹിച്ച ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പറഞ്ഞു. പോലീസുകാരുടെ സർഗാത്മക പ്രവർത്തനങ്ങൾക്ക് അനുമതി വൈകിപ്പിക്കുന്ന രീതി ഒഴിവാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗ്രാമത്തിലെ തൻ്റെ ഉൾത്തുടുപ്പുകൾ കവിഞ്ഞു കാണുന്നവനാണ് കവി. ആ ചുറ്റുപാടുകളെയെല്ലാം കാണുകയും അതുമായി തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളാണ്. പോലീസിൻ്റെ അത്രയും കഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ജോലി എടുക്കണം. അവനെൻ്റെ ജോലി 24 hours ഓൺ ഡ്യൂട്ടി എന്നൊക്കെയുള്ള പ്രിസംപ്ഷനുകളിൽ എവിടെ വെള്ളം ചേർക്കുന്നു, ആരും റിലീഫ് നൽകുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ചെറുപ്പ എന്ന മനോഹരമായ ഒരു ഗ്രാമപ്രദേശം, ചുറ്റുപാടുകളുമായി തീക്ഷ്ണമായ ജീവിത അനുഭവങ്ങളുമായി അങ്ങനെയുള്ള ഒരു മനുഷ്യന് കവിതകൾ എഴുതാൻ സാധിക്കുമ്പോൾ ആ കവിതകളുടെ ആന്തരിക തലങ്ങൾ, അതിൻ്റെ അർത്ഥതലങ്ങളെല്ലാം ആ ഒരു ആംഗിളിൽ കൂടി കാണുമ്പോൾ താങ്കൾക്ക് ഒരുപാട് ഈ രംഗത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. പെരുവൈര സ്വദേശിയായ അനീഷ് 2013 മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലും കരസ്ഥമാക്കിയിട്ടുണ്ട്. പുതുതായി രചിക്കുന്ന നോവലിന്റെ പണിപ്പുരയിലാണ് അനീഷ് ഇപ്പോഴുള്ളത്. ഉപ്പുമാവ്, ഞാറ്റുവേല, ചാറ്റൽ മഴ, ഇരുൾ, അവകാശികൾ തുടങ്ങി തന്റെ ജീവിതത്തിലും ജീവിത പരിസരങ്ങളിലും കണ്ടും അനുഭവിച്ചും തീർത്ത കാര്യങ്ങൾ തന്നെയാണ് ഈ ബോംബ് സ്ക്വാഡ് എസ്ഐയുടെ കവിതാ സമാഹാരത്തിൽ ഉള്ളത്. തന്റെ കവിതാ സമാഹാരത്തിലെ ഇരുളെന്ന കവിതയിലെ വരികൾ കേരള വിഷൻ ന്യൂസ് പ്രേക്ഷകർക്ക് മുൻപിൽ ചൊല്ലിക്കേൾപ്പിക്കാനും അനീഷ് എന്ന പോലീസ് കവിക്ക് തെല്ലുപോലും ചിന്തിക്കേണ്ടി വന്നില്ല. പകലുമാഞ്ഞിരുൾ പരന്നിടുന്നു, കൺമറയുന്ന രൂപങ്ങളൊക്കവേ കൂരിരുളിനെ സ്വാഗതം ചെയ്യവേ, പോയി മറയുന്നു ചുറ്റിലെ കാഴ്ചയും. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.